ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു സോയ ചങ്ക് കറിയാണ്. സോയ ചങ്ക്സും പൊട്ടറ്റോയും ചേർത്തിട്ട് വെക്കുന്ന നല്ലൊരു കറിയാണ്. ഒരു നാടൻ ഇറച്ചിക്കറിയുടെ ടേസ്റ്റുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 50 ഗ്രാം സോയയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1/2 കപ്പ് ഉണ്ട്. ഇത് ചെറിയ സൈസ് സോയയാണ്. വലിയ സൈസ് സോയ വേണമെങ്കിൽ എടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യണം. നല്ലപോലെ തിളച്ച വെള്ളത്തിലാണ് കുതിർത്തി വെക്കേണ്ടത്. അപ്പോൾ ഇതൊന്നും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് കുതിർത്തി വെക്കണം. 20 മിനിറ്റിന് ശേഷം നല്ലപോലെ കഴുകി ഒന്ന് പിഴിഞ്ഞെടുക്കണം. കറി റെഡിയാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സവാള നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലപോലെ വെന്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റിന് ശേഷം സവാള നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു 2 ഇഞ്ച് കനത്തിൽ ഇഞ്ചി, ഒരു ചെറിയ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. ഇനി ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. നന്നായി വഴണ്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. നല്ലപോലെ അത് വെന്ത് ആ ഒരു മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായി വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും കരിഞ്ഞു പോവാതെ നല്ലപോലെ നമ്മൾ ചേർത്ത പൊടികളുടെ റോസ് സ്മെല്ല് പോകുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 തണ്ട് മല്ലിയിലൊക്കെ മതിയാവും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഈ ഒരു കറിവേപ്പിലയും മല്ലിയിലയും കൂടി മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് വരിക. അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടും കറിക്ക്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ കുതിർത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ സോയ എടുക്കുന്ന സമയത്ത് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കയ്പും അതുപോലെ ആ ഒരു റോസ് സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും സോയ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നല്ലതുപോലെ കഴുകി പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ആ ഒരു റോസ് സ്മെല്ലൊന്നും വരില്ല. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഈ ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ സോയയും വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ തന്നെ മതിയാവും. ഇതിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കരുത്. അതിനുശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റൊക്കെ നല്ലപോലെ ഒരു ചെറിയ തീയിൽ കിടന്ന് വെന്ത് വന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിപ്പോൾ നമ്മൾ എല്ലാ കറിയും അതുപോലെയാണ്. ചെറിയ തീയിലാണ് നമ്മളിട്ട് കുക്ക് ചെയ്യുന്നതെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ട് വെള്ളമെല്ലാം വറ്റിച്ച് ഇതുപോലെ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിക്ക് ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിലേക്കായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി കുറച്ച് വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാനൊരു 10 ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ വലുതായിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യുന്നൊന്നുമില്ല.
ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ജസ്റ്റ് ആ ഒരു തക്കാളിയുടെയും ഉള്ളിയുടെയും ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു മണം വരുമ്പോൾ നമുക്കിത് സോയയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കരിഞ്ഞൊന്നും പോവാതെ ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ സോയ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി ആ ഉള്ളി. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം വറ്റിക്കാതെ എടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയക്കറിയാണ്. നല്ലൊരു നാടൻ ബീഫ് കറി കഴിക്കുന്ന ഒരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സോയക്കറിയാണ്. ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള സോയ കറി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കറി അതിനേലും ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വെളിച്ചെണ്ണയിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി ഇതുപോലെ സോയ നല്ല നാടൻ ടേസ്റ്റിൽ വെച്ചാൽ നമ്മുടെ ഒരു നല്ല നാടൻ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.